ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാരും സ്ഥിരം പറയുന്നതും എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യവും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യവും. ആരെങ്കിലും വായിൽ നിന്ന് ഒരു വാക്ക് വീഴും, എനിക്ക് സമയമില്ല. ആർക്കും സമയം ഉണ്ടാവില്ല, ആർക്കും സമയം ഉണ്ടാവണമെന്ന് നിർബന്ധവുമില്ല. നമ്മളത് ഉണ്ടാക്കിയാലേ ഉണ്ടാവുകയുള്ളൂ. സമയം ഒരുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഏത് സമയവും ആ രീതിയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിന്നും കണ്ടെത്തേണ്ടത് നാം മാത്രം. ഒരു 24 മണിക്കൂർ ചേരുമ്പോഴാണ് ഒരു ദിവസം ഉണ്ടാകുന്നത്. ആ ഒരു ദിവസത്തെ എങ്ങനെ പാഴാക്കണം എന്നുള്ളതും നമ്മൾക്കറിയാം. ആ ഒരു ദിവസത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതും നമ്മൾക്കറിയാം. അപ്പോൾ ആ അറിയുന്ന കാര്യത്തിൽ ഏതാണ് വേണ്ടതെന്ന് നാം തന്നെ തീരുമാനിക്കണം. 24 മണിക്കൂർ കളയാൻ ഒരാളെയും പഠിപ്പിച്ചു കൊടുക്കണ്ട. പക്ഷെ നേടാനായിട്ട് അത് പഠിക്കുക തന്നെ വേണം. ഈ 24 മണിക്കൂർ നമുക്ക് പ്രയോജനപ്പെടുത്തണം എന്ന് ഉള്ളിൽ ആഗ്രഹം ഉള്ള ആൾക്കാർക്ക് അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരും എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട്. മടിയൻ മല ചുമക്കും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. ആദ്യം കിട്ടുന്ന കാര്യങ്ങൾ മാറ്റി വച്ചിട്ട് അതൊരു കൂമ്പാരമായി മാറിയതിന് ശേഷം അതിനെ ചെന്നൊന്ന് തട്ടാനോ മുട്ടാനോ നോക്കുമ്പോൾ നമ്മൾക്കതൊരു പർവ്വത തുല്യം തന്നെ ആയിരിക്കും. അതിനെ നമുക്ക് തരണം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. സമയം എന്നുള്ളത് ആർക്കും കാത്തിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ആയുസ്സും. നമ്മുടെ ആയുസ്സിനെ നാം മുറുകെ പിടിച്ചാൽ അതൊരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടില്ല. അതേപോലെ സമയത്തിനെ നമ്മൾ ഇറുക്കി പിടിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടില്ല. പക്ഷെ അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും. ആയുസ്സും നമുക്ക് കൂട്ടാൻ കഴിയും. ആയുസ് കൂട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ നമ്മൾ നശിപ്പിക്കാതെ മുന്നോട്ട് പോയാൽ ആരോഗ്യവും കൂടും. ആരോഗ്യം കൂടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നത് പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഏറ്റവും വലുതാണ്. അതിനോടൊപ്പം പ്രാർത്ഥനയും അതിൽ കൂട്ടിച്ചേർത്താൽ നമ്മൾക്ക് കിട്ടുന്ന നേട്ടം വളരെ വലുതായിരിക്കും. ഇതാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണെന്ന് വ്യക്തമായി പറയുന്നെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിലും ഫലം അതിൽ തന്നെ ചെന്നെത്തുകയുള്ളൂ. അവർക്ക് നേട്ടം വേണോ, അവർക്ക് ഭാഗ്യം വേണോ, അവർക്ക് നന്മ വേണോ എന്ന് തീരുമാനിക്കാൻ അവസാനം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. കിട്ടുന്ന പുതിയ പാഠങ്ങൾ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നേട്ടം വളരെ വലുതായിരിക്കും. ആർക്കും ആരോടും എന്തും ചെയ്യാം, ആർക്കും ആരെയും എന്തും പറയാം, ആരെയും വഞ്ചിക്കാം, ആരെയും ചതിക്കാം എന്നുള്ള മനോഭാവമാണ് ഏറ്റവും അപകടകരമായ ഭാവം. ഈ ഭാവം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് അവരുടേതായ കുറേ കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് ആ രീതിയിൽ അവർ ഓടും. കുറേ ദൂരം ഓടുമ്പോഴും അവർക്ക് മനസ്സിലാവും ഇത് വൻ ചതിയാണ്, വൻ അപകടമാണെന്ന്. അതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചില്ല എങ്കിൽ കുടുംബപരമായിട്ടോ നാശപരമായിട്ടോ എല്ലാം അവരിൽ തന്നെ വന്നു ചേരും. ആ ചേരുന്നത് അവർക്ക് മാറ്റാനേ കഴിയില്ല. ഇതാണ് നമ്മൾ ചുമക്കേണ്ട ശാപം, ഇതാണ് നമ്മൾ ചുമക്കേണ്ട പാവം. ഒരിക്കലും അതിനുള്ള ഇടവരുത്തരുത്. അങ്ങനെ വരുത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ആ കൂടുതലായ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഭഗവാന്റെ ലക്ഷ്യം. അത് വിജയത്തിലെത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വിജയത്തിലെത്തുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ നേട്ടം ഉണ്ടാകും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സമയം തന്നെയാണ്. സമയം ഒരു കാരണവശാലും നഷ്ടപ്പെടാതിരിക്കുക. ഓരോരോ ആൾക്കാരെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും, ഒരു മിനിറ്റ് പോലും അവർ പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾക്കറിയാം. അവരുടെ ജീവിതം വിജയത്തിലെത്തുന്നതും നമ്മൾക്കറിയാം. അത് കണ്ടുപഠിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ പഠിച്ചെന്നിരിക്കും, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെന്നും വരും.
പക്ഷെ അതിൽ വിജയം എത്തുന്നില്ല എന്നുള്ളത് 100% സത്യമാണ്. നമ്മൾ രക്ഷപ്പെടുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. അതിന് ഏറ്റവും പ്രധാനം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് തങ്ങൾക്ക് കിട്ടുന്ന ഈ സമയത്തിനെ മാക്സിമം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നതാണ്. അതിനുള്ള ഉദാഹരണങ്ങൾ ആവശ്യത്തിലേറെ നമ്മുടെ മുന്നിലുണ്ട്. അത് എല്ലാവർക്കും അത് കണ്ട് പഠിക്കാനും പറ്റും. അതിനു വേണ്ടിയുള്ള എല്ലാ സവിശേഷതകളും ഭഗവാൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് മനുഷ്യരെന്ന വംശത്തിനാണ്. അതിനെ പ്രയോജനപ്പെടുത്തുക. നാശത്തിലേക്ക് തന്നെയാണ് എല്ലാവരും പോകുന്നത്. ആ നാശത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഭഗവാന് മാത്രമേ കഴിയൂ. അതിൽ ഭഗവാന് പങ്കുള്ളതിനേക്കാളും അവരവർക്കാണ് കൂടുതൽ പങ്കുള്ളത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, നേടിയെടുക്കുക. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. ഭഗവാന് കൊടുക്കാനും കഴിയും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതി അമ്മയിലൂടെ എത്തും.